നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ പുറത്ത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഒരു പേടിയുണ്ടോ നിങ്ങൾക്ക്? ഈ ഐഡിയ എന്ന് പറയുന്ന സാധനം എല്ലാവരുടെ തലയിലും വരും. വഴി കൂടെ പോകുമ്പോൾ നമ്മുടെ തലയിൽ ഓരോരോ ഐഡിയാസ് ഒക്കെ തോന്നും. അതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. ബേസിക്കലി ഐഡിയയിലല്ല കാര്യം ഇരിക്കുന്നത്. ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജീസിലാണ് കാര്യം ഇരിക്കുന്നത്. മെയിൻ ആയിട്ട് 5 സ്ട്രാറ്റജീസ് ആണ് ഉള്ളത്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി എങ്ങനെ മറ്റുള്ളവർ അറിഞ്ഞ് അത് യൂസ് ചെയ്യും എന്നുള്ളത്. രണ്ടാമത് വരുന്നത് എൻഗേജ്മെന്റ് സ്ട്രാറ്റജി. ഒരു ആപ്പിന്റെ കേസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്പിന്റെ അകത്ത് നിങ്ങളുടെ യൂസറിനെ നിങ്ങൾ എങ്ങനെ എൻഗേജ് ചെയ്യിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന എൻഗേജ്മെന്റ് സ്ട്രാറ്റജി. മൂന്നാമത്തത് റിട്ടൻഷൻ സ്ട്രാറ്റജി. ഒരാഴ്ച കഴിഞ്ഞാലും ഒരു മാസം കഴിഞ്ഞാലും ഈ യൂസറിന് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തോന്നും, അവരെ എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നുള്ളതാണ് റിട്ടൻഷൻ സ്ട്രാറ്റജി. നാലാമത് വരുന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി. അതായത് നിങ്ങൾ ഒരു യൂസറിനെ അക്വയർ ചെയ്യാൻ വേണ്ടി 30 രൂപ മുടക്കി, ആ യൂസറിന്റെ കയ്യിൽ നിന്ന് അതിനേക്കാളും കൂടുതൽ റവന്യൂ നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി. സാധാരണ 1:3 ആണ് പറയുന്ന ഒരു റേഷ്യോ. അതായത് 30 രൂപ മുടക്കി കഴിഞ്ഞാൽ 90 രൂപയെങ്കിലും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം. ഇനി ഇതെല്ലാം തന്നെയാണ് നിങ്ങളുടെ പിച്ച് ഡെക്കിലും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സംഭവം. നിങ്ങളുടെ പിച്ച് ഡെക്ക് നിങ്ങൾ കോൺഫിഡൻഷ്യൽ ആക്കേണ്ടത് നിങ്ങളുടെ ഐഡിയ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ഈ സ്ട്രാറ്റജീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ChatGPT യൂസ് ചെയ്തല്ല പിച്ച് ഡെക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വിവരമുള്ളവർ പറയുന്നത്.